ഒരു കവലയിൽ വെച്ച് നാദസ്വര കച്ചേരി നടത്താൻ ശ്രമിച്ചവരെ നാട്ടുകാർ ഒന്ന് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു. കച്ചേരി അപ്പോൾ മനോഹരമായി. ആൾക്കാരെ ഉറക്കൂല ഇവിടെ കിടത്തിയൊന്നും. അല്ല ഇപ്പൊ വായിച്ചത് പാട്ടാണ്. രാഗം 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 രോഗം അല്ലടാ രാഗം. അതെ ഈ രാഗമൊന്നും വേണ്ട, പിന്നെ രാഗം വായിക്കണ്ട. അതെ ഡപ്പാങ്കുത്തി വായിച്ച ഡാൻസ് ചെയ്യാൻ പറ്റിയ ഡാൻസ് ചെയ്യാൻ പറ്റും. അടിപൊളിയാ ഡപ്പാങ്കുത്തി. എടി കമലു, നീ അറിഞ്ഞ നമ്മുടെ മരം വെട്ടുകാരൻ ഗോപാലിനെ പശു ചവിട്ടി. എന്നിട്ട് അവനിപ്പോ ആശുപത്രിയിലായി. എങ്ങനെ പറ്റി പണിക്കരേട്ടാ? അവൻ ആ സരസുവിന്റെ വീട്ടിൽ കിടന്നുള്ള ചുറ്റും കറക്കം തുടങ്ങിയിട്ട് കുറെ നാളായല്ലോ. കറങ്ങി കറങ്ങി അവനൊരു കറവക്കാരനാന്ന് പറഞ്ഞ അവിടത്തെ പശുവിനെ കറക്കാൻ ചെന്നു. എന്നിട്ട് പശുവിനെ അറിയാലോ കറവക്കാരനാരാണെന്ന് മരം വെട്ടുകാരനാരാണെന്ന്. പശു ഒരു ചവിട്ട് വെച്ചു കൊടുത്തു. അവന്റെ ആശുപത്രിയിലായി. എന്നിട്ട് ഇപ്പൊ അവന്റെ പശുവിനെ കറക്കോ അവസാനിപ്പിച്ച് ഇപ്പൊ അവന്റെ സരസുവിന്റെ പിന്നിട്ടുള്ള കറക്കോ അവസാനിച്ച്. അങ്ങനെ തന്നെ വേണം. അല്ലെങ്കിൽ ഈ ആണുങ്ങളെല്ലാം അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത മനസ്സിൽ വെച്ച് ഏതെങ്കിലും ഒരു പണിക്ക് പോകത്തുള്ളൂ. ഒറ്റ എണ്ണത്തിന് വിശ്വസിക്കാൻ കൊള്ളത്തില്ല. എന്റെ പണിക്കരേട്ടാ, ഈ ആണുങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും പണി ചെയ്ത് ജീവിച്ചാ പോരെ. എന്റെ കമലു, ആണുങ്ങൾക്ക് അറിയാവുന്ന പണിയെ ആണുങ്ങൾ ചെയ്യാറുള്ളൂ, അല്ലാതെ ഞങ്ങള് പെണ്ണുങ്ങളെ പോലെ അല്ല. പെണ്ണുങ്ങൾ എന്ത് പണിയാ അറിയാത്തത് ചെയ്തത്? നീ അടുത്ത് ടിവിയിൽ കണ്ടില്ലേ, പെണ്ണുങ്ങള് തെങ്ങേ കയറാൻ പോകുന്നു, തേങ്ങ ഇടാൻ പോകുന്നു. ഇതിന്റെ വല്ല ആവശ്യമുണ്ടാ പെണ്ണുങ്ങൾക്ക്? തെങ്ങി കയറിയതിന് എന്താ ഇപ്പൊ കുഴപ്പം? എടി, തെങ്ങിക്കയറ്റമൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ലേ? അങ്ങനെയാണെങ്കിലേ ഈ പാചകം ചെയ്യുക എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് പെണ്ണുങ്ങളുടെ ജോലിയായിരുന്നു. ഇപ്പൊ ഇതാ ഹോട്ടൽ മാനേജ്മെന്റും ഒക്കെ പഠിച്ച് നല്ല ആമ്പിളാരല്ലേ അടുക്കളയിൽ പാചകം ചെയ്യുന്നത്. അതിന് കുഴപ്പമൊന്നുമില്ലേ? എടി, ആണുങ്ങൾ ചെയ്യുന്ന പോലെയാണോ ഈ പെണ്ണുങ്ങൾ ചെയ്യുന്നേ? അപ്പൊ ആണുങ്ങൾക്ക് എന്തു ആകാം, പെണ്ണുങ്ങൾക്കൊന്നും ആകാൻ പാടില്ല. ഇത് എവിടുത്തെ ന്യായം? എന്റെ കമലു, ദൈവം ഓരോന്നിനെ സൃഷ്ടിക്കുമ്പോ ഓരോ പണിയും പറഞ്ഞിട്ടുണ്ട്. പൂച്ചയോട് പറഞ്ഞിരിക്കുന്നത് എലിയെ പിടിക്കാനാണ്, അല്ലാതെ എലിയോട് പൂച്ചയെ പിടിക്കാൻ പറഞ്ഞിട്ടില്ല. അതുപോലെ ആണുങ്ങൾ ചെയ്യേണ്ട ജോലി ആണുങ്ങൾ ചെയ്യണം, പെണ്ണുങ്ങൾ ചെയ്യേണ്ട ജോലി പെണ്ണുങ്ങൾ ചെയ്യണം. പെണ്ണുങ്ങള് കൊച്ചുങ്ങളെ നോക്കി വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്ന് കഞ്ഞിയും കറിയും വെക്കാനാണ് ദൈവം നിശ്ചയിച്ചിരിക്കുന്നത്. അല്ലാതെ പെണ്ണുങ്ങൾ മരത്തിൽ കയറാനും തെങ്ങേ കയറാനും ഓട്ടോറിക്ഷ ഓടിക്കാനും ബസ് കണ്ടക്ടർ ആവാനും എന്തിനധികം പറയുന്നു. മരം വെട്ടാൻ വരെ ഇപ്പൊ പെണ്ണുങ്ങൾ പോകുന്നു. പിന്നെ വല്ല ആവശ്യം ഉണ്ടാകാമല്ലോ. ആയിക്കോട്ടെ, അതിനൊക്കെ ഇപ്പൊ എന്താ കുഴപ്പം? എടി, ഞാൻ പറഞ്ഞു വരുന്നത് ഓരോരുത്തർക്കും ഓരോ ജോലി പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് പോലീസ്. പോലീസിൽ ഇപ്പോൾ ആൺ പോലീസും ഉണ്ട്, വനിതാ പോലീസും ഉണ്ട്. ആൺ പോലീസ് ആണുങ്ങളിട്ട് പെരുമാറുന്ന പോലെ വനിതാ പോലീസ് എടുത്ത് പെരുമാറിയാലേ വിവരം അറിയും. Is it true? Yes. നമ്മൾ എത്ര കഷ്ടപ്പെട്ട ഈ ഡിപ്പാർട്ട്മെന്റിൽ നമുക്കൊരു ജോലി കിട്ടിയത്. നിനക്ക് എങ്ങനെയാ ജോലി കിട്ടിയത്? എനിക്ക് സ്പോർട്സ് കോട്ടയില്. ഏത് കോട്ടയായിരുന്നു? നമ്മുടെ ചാക്കിക്കേറി ഓട്ടോ ഇല്ലേടി? അത് പക്ഷെ ഭയങ്കര പ്രയാസപ്പെട്ടുള്ള കാര്യമല്ലേ? പ്രയാസം. ചാക്കിനകത്ത് 2 ഓട്ടോ ഉണ്ടാക്കണം. ഒരു കാലം അതിനകത്തോട്ട് ഇടണം, ഈ കാലം അതിനകത്തോട്ട് ഇടണം. എന്നിട്ട് നമുക്ക് എത്ര ദൂരം വേണി എവിടെ വേണി ഓടി. ഇതേ ചാക്കി കേറി ഓട്ടോ അല്ല, ചാക്കി കീറി ഓട്ടമാണ്. അതൊക്കെ പോട്ടെ, നിനക്ക് എങ്ങനെയാടി കിട്ടിയത്? ഓ, ഞാൻ ലോങ് ജമ്പിൽ ഫസ്റ്റ് ആയിരുന്നു. എന്റെ മോളുണ്ടല്ലോ സ്കൂളില് ഹൈ ജമ്പിൽ ഫസ്റ്റാ. എങ്ങനെ ഫസ്റ്റ് കിട്ടാതിരിക്കും? അതെന്താ? നിന്റെ അല്ലേ മോള്? അമ്മ വേലി ചാടിയൊക്കെ മോള് മതിൽ
ചാടുമല്ലോ. അതെ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല. മണി 10 ഇതുവരെ SIM വന്നോ? ശരിയാണല്ലോ, ഇതുവരെ വന്നില്ലല്ലോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സല്യൂട്ട് ഒക്കെ അടിക്കുമ്പോ കാല് നോക്കി വേണ്ടേ അടിക്കാൻ. ഓക്കേ സർ. സല്യൂട്ട് അടിച്ച് ഞാൻ നോക്കട്ടെ. പോരാ, നിന്റെ ഈ സല്യൂട്ട് അടി കണ്ടു കഴിഞ്ഞാൽ എടുത്തിട്ടടിക്കും. സല്യൂട്ട് അടിക്ക് അതിന്റെ രീതിയിൽ ഇങ്ങനെ സല്യൂട്ട് അടിക്കുമ്പോൾ കണ്ടു നിൽക്കണവൻ കൂടെ പോരുമല്ലോ. സല്യൂട്ട് അടിക്കണമെങ്കിൽ എന്റെ ശാന്തമ്മ എന്നാ സല്യൂട്ട് അടിയാൻ ഒന്നടിച്ച് ശാന്തമ്മേ. ആ ബേക്കോട്ട് പോണത് കാണുമ്പോ തന്നെ അറിയാം സല്യൂട്ട് ഒരു 1.5 ആയിരിക്കും. മതി, ഈ സല്യൂട്ട് വേണ്ട വേണ്ട. അതാണ് കൈപൊക്കത്. ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഇടലുണ്ട് ഇങ്ങനെ. അതാണ് സല്യൂട്ട് അടി. ഹലോ ഹലോ, പറയും. പോലീസ് സ്റ്റേഷൻ അല്ലേ? അതെ, പോലീസ് സ്റ്റേഷൻ. സാറേ, ഞാൻ കടപ്പുറത്തുനിന്ന് വിളിക്കുവാണേ. കടപ്പുറത്തുനിന്ന് എന്തുകൊണ്ട് കടപ്പുറത്ത് വിശേഷങ്ങൾ? സാറേ, കടപ്പുറത്ത് ഒരു ബോഡി കിടക്കുന്നു. അതാരെങ്കിലും ഊരിട്ടു പോയായിരിക്കും. ഞാൻ ഈ 2 ബോഡികളുടെ നടുക്കാണ് നിൽക്കണതേ. അപ്പൊ അതിന്റെ ഒരു സാറേ, അവിടെ ഒരു ശവശരീരം കിടക്കുന്നെന്ന്. ആണോ? ആ അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ ഞാനിന്ന് ലീവാണ്. ആ മാത്രം സർവീസിലും ഇല്ലാത്ത ഒരാളാണ്. ആണോ? റോങ് നമ്പർ ആണ്. ഓക്കെ. 2 ആഴ്ച ഞാൻ ലീവായിരിക്കും. ഞാനേ ഒരു ടൂറിന് പോകുന്നുണ്ട്. സാർ ടൂറിന് പോകുമ്പോ ഞങ്ങളെ കൂടെ കൊണ്ടുപോവോ? നിങ്ങളില്ലാതെ എനിക്ക് എന്തോ ടൂറ്. നിങ്ങൾ എന്നെ ഞാൻ വിളിച്ചിട്ട് വേണ്ട എന്റെ കൂടെ വരാൻ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാകണം, ഞാൻ നിങ്ങളുടെ പുറകെ ഉണ്ടാവും. പിന്നൊരു കാര്യം, 2 പേരും കൂടി ഒരുമിച്ച് വരുന്നതിനേക്കാൾ നല്ലത് സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ പുണ്യ സ്ഥലങ്ങൾ മൊത്തം കണ്ടാൽ അത് ഓർമ്മ വരും. മാത്രമല്ല, എവിടെ ഞാൻ പോയാലും നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാകണം. നിങ്ങൾ എന്റെ ബോഡി ഗാർഡായിട്ട്. ബോഡി കേടാകാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ചുമതല. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? ഓക്കെ ഓക്കെ. സാറ് കിറക്കാൻ പോയതുകൊണ്ട് നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? ഓക്കെ. നീ എന്തോന്നാണ് ഈ കാണിക്കുന്നത്? എന്നാ കഷ്ടപ്പെട്ടിട്ട് മോശം നടത്തിയിട്ടാ ഇവിടെ ഒന്ന് വരാൻ പറ്റിയെന്നറിയോ? ഏതെങ്കിലും കള്ളന്മാര് പറയടാ പോലീസ് സ്റ്റേഷനകത്ത് കയറി കിടക്കണമെന്ന്. എടാ ദിനേശ, ഞാൻ ഇവിടെ ഈ മോഷിച്ചിട്ട് വരാൻ കാരണം എന്താണെന്നറിയോ? ഇല്ല. സാധാരണ പോലീസുകാർ ചോദ്യം ചെയ്യുമ്പോൾ അല്ല ഇവിടുത്തെ ചോദ്യം ചെയ്ത്. ഇവിടെ ലേഡി പോലീസാ ചോദ്യം ചെയ്ത്, അറിയാവോ? ആണോ? ആ, അതല്ല ഞാൻ മോഷിച്ചിട്ട് ഇങ്ങോട്ട് വന്നേ. എനിക്ക് ഒരു കാര്യം ചെയ്യും. ഞാൻ ആദ്യം പോകാം. വേണ്ട, ഞാൻ പൊക്കോളാം. ഞാൻ പൊക്കോളാം. ഞാനല്ല കേസുണ്ടാക്കിയേ. എടാ ഞാൻ പോകാം. പോണെന്ന് പറഞ്ഞില്ല, ഞാൻ പൊക്കോളാം. എടാ മൂത്രക്കാനല്ലടാ. പോണ്ട വേണ്ട, ഞാൻ ആദ്യം പോവാം. അല്ല, അവര് വേണ്ടെന്ന് നീ വരട്ടെ. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോ നീ അങ്ങോട്ട് പോകട്ടെ. ഞാൻ പൊക്കോളാം. ഞാൻ പോകാം. ഒരു കാര്യം ചെയ്യാം, അവരെന്നെ ചോദ്യം ചെയ്യുന്നവര് നീ പുറത്ത് നിൽക്കാം. നീ അവിടെ നിന്ന് പോ. എനിക്ക് സന്തോഷമാ. അതെ, എന്നെ ചോദ്യം ചെയ്യും. നിങ്ങളെല്ലാം എന്നെ ചോദ്യം ചെയ്യാത്ത എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് മോഷണം നടത്തി? ഞാൻ കള്ളനാ, കള്ളൻ. എന്താണ് നിന്റെ പേര്? എന്റെ പേര് പുഷ്പൻ. വീടോ? കൊല്ലത്ത്. ആ, കൊല്ലത്തെ പുഷ്പു. എന്താണോ നീ മോഷ്ടിച്ചത്? മോഷ്ടിച്ചത് എന്താണെന്ന്? ഞാൻ മോട്ടിച്ചോ? ഞാൻ മോട്ടിച്ചത് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യണോ? നിങ്ങൾ അവിടെ തന്നാലാ ഇത് കളിച്ചോണ്ട് നിന്റെ കാര്യമുണ്ടോ? എന്നെ ചോദ്യം ചെയ്യണ്ടേ? അതെ, നമുക്ക് നമ്മുടെ 19ാം തടവെടുക്കാം. ഞാനൊക്കെ നിന്നെ ഉണ്ടല്ലോ വരച്ച വരെ നിർത്തും. വരച്ച വരെ നിർത്തും. ആഹാ, നീ അവള് വരച്ച വരെ നിന്നല്ലേ? ഇവിടെ നിക്ക്. ഈ വരെ നിക്കടാ. ഇവിടെ. അവള് വരച്ച വരല്ല, അങ്ങനെ ഇപ്പൊ നിക്കണ്ട. ഇവിടെ നിക്ക്. എടാ, ഇവിടെ നിക്കടാ. എന്റെ പൊന്നെ മത്തുമാരെ, ഇനി നിങ്ങൾ വരയ്ക്കരുത്, ഞാൻ കീറിപ്പോവും. എണീക്കടാ. അതെ, നീ എന്തുവാടാ മോഷ്ടിച്ചേ? എന്റെ പൊന്നി ചേച്ചി, ആ, എന്റെ ചേച്ചിയാ? പൊന്നെ മാത്തി, ഞാൻ മോട്ടിച്ച എന്നാന്നറിയണമെങ്കിൽ നിങ്ങൾ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാം. എവിടെയാ വണ്ടി? തൊണ്ടി. തൊണ്ടി എവിടെ? ആരാ? തൊണ്ടി. തൊണ്ടി അവിടെ ഇരിപ്പുണ്ടോ? പോയി കൊണ്ടുവാടാ. നിങ്ങൾ എടുത്തോണ്ട് വാ. അല്ല, ഞാൻ എടുത്തോണ്ട് വരാം. തല വെക്കടാ. ദേ, ആ, ഇരിക്കടാ അവിടെ. അതെ, അതിന്റെ പുറത്ത് കയറി ഇരിക്കടാ. ഇവിടെ ഇരി. നിങ്ങളില്ലോ. നീ ഇരിക്കടാ അതിന്റെ മുകളിൽ. ഞാൻ ആ കല്ലെടുത്തിട്ട് നീ വരാം. പോയി കല്ലെടുത്തോണ്ട് വാ. കല്ലെടുത്തോണ്ട് വന്നിട്ട് നിന്നെ ഞങ്ങൾ ശരിയാക്കി തരാടാ. കല്ലല്ല അതിനാ. വെക്കടാ തലയില്. തലയിൽ വെച്ചിട്ടിരിക്കും. വാടി. ഇവിടെ ഇരുന്നോളാം കേട്ടോ. മനസ്സിലായോ? അതെ, ഇരിക്കാം. ചൂടിയന്മാരല്ലേ? എന്റെ അമ്മേ. എന്നാടാ ചിരിക്കുന്നത്? എന്തോ നാടാ ഇത്? എന്തോന്ന് വീമ്പിളക്കാരുന്നു. ഉമ്മ വെക്കും തലോടും വിരുമും ഇപ്പൊ കണ്ടില്ലേ? ഇത് എന്ത് പറ്റി? അതൊക്കെ ചെയ്തു, പക്ഷെ ഞാൻ പ്രതീക്ഷയിൽ നിന്ന് പഴച്ചു പോയി. അതെ, നമ്മൾ മോട്ടിക്കുന്ന എന്ത് സാധനമാണെങ്കിൽ അതിന്റെ മുകളിൽ കയറ്റി എടുത്തേച്ച് ഇത്
ഇതുപോലെ പാറക്കല്ല് കയറ്റി വെക്കുമെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ആണോ? ആ, എന്ത് മോട്ടിച്ചാലും പാറക്കല്ല് കയറ്റി വെക്കും. എന്ത് മോട്ടിച്ചാലും അതിന്റെ പുറത്ത് കയറ്റി ഇരുത്തുവോ? അതന്നെ പുറത്ത് കയറ്റി പാറക്കല്ല് കയറ്റി വെക്കും. അത് നീ എത്ര കിടന്ന് കഴിയുന്നത്? നീ എന്നതാണാ മോട്ടിച്ചേ? ഞാനൊരു കമ്പിൽ പാറയാണോ മോട്ടിച്ചത്? വധുവിനെ ആവശ്യമുണ്ട്. സർക്കാർ ജോലി, 30 വയസ്സുള്ള ചെറുപ്പക്കാരൻ, 120 സെന്റിമീറ്റർ ഉയരം, വെളുത്ത നിറം, സുന്ദരൻ. താല്പര്യമുള്ള സ്ത്രീകൾ 9846122880 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഇത് കൊള്ളാലോ, ഒന്ന് എഴുതി. അതെ, നല്ലൊരു ചെറുപ്പക്കാരനെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് വിളിച്ച് അന്വേഷിക്കാനൊന്ന് വെച്ചിട്ട്. അത് ശരി, ഞാനില്ലാത്ത സമയത്ത് നിന്റെ പരിപാടി ഇതല്ലേ? നല്ല ആമ്പിള്ളാരുടെ ഫോൺ നമ്പർ എടുത്തിട്ട് അവരെ വിളിക്കുക അല്ലേ? നിങ്ങൾക്ക് എന്ത് ചങ്ങടം വെച്ചാ? സത്യം പറ, നീ ഞാനറിയാതെ വേറെ കല്യാണം കഴിക്കാൻ പോലും. ഓ, എനിക്കല്ല മനുഷ്യ, എന്റെ അനിയത്തിക്ക. ഞാൻ വിചാരിച്ചു നിനക്കായിരിക്കും. സോറി. നിങ്ങൾ അല്ലെങ്കിൽ ഇത് പറയും, എന്റെ അനിയത്തിക്ക് വേണ്ടിട്ട് നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വല്ല ചൂടുണ്ടോ? ഞാൻ അന്വേഷിക്കാറുണ്ട്. നിങ്ങൾ എവിടെ അന്വേഷിച്ചു? നീ ആ രായപ്പന്റെ ഷാപ്പിൽ ശ്രീകൃഷ്ണ ബാറിനെ കുറിച്ച് അന്വേഷിക്കും. ഞാൻ നിന്റെ അനിയത്തിക്ക് ചെറുക്കനെ തിരക്കുന്നു കേട്ടാ. അതെന്തിനാ മനുഷ്യ ബാറിൽ പോയി അന്വേഷിച്ചത്? അല്ല, എനിക്ക് അറിയാൻ മേലായിട്ട് ചോദിക്കാം. ഈ കല്യാണം കഴിച്ച് നിന്റെ അനിയത്തിക്ക് മാത്രം കമ്പനി ഉണ്ടാവുക, എനിക്കൊരു കമ്പനി വേണം. ഓ, ഈ കാറിന് ഏത് നേരത്താണോ ഞാൻ ഓ, കെട്ടിയത്? നിന്നെ കെട്ട ഇനി കുഞ്ചാക്ക പോകും വരും. അയ്യടാ, ഇപ്പോഴും എന്നെ കണ്ട നല്ല ചെക്കന്മാരൊക്കെ തന്നെ വരും. നിങ്ങൾക്ക് അറിയാമോ, എന്നെ എന്റെ ചേച്ചിയുടെ മോളെയും കണ്ട ഇപ്പോഴും ചേർത്തി അനീത്തിയാന്നേ പറയൂ. പാവം, അവൾക്ക് അത്രയും പ്രായം തോന്നുന്നു. കൊച്ചു പെണ്ണല്ലേ? ഇന്നലെ കൊണ്ട് ഞാൻ തോറ്റു. നിങ്ങൾക്ക് അറിയാമോ, എന്റെ ആങ്ങളയുടെ 2 പെമ്മക്കളെ ഒരേ വീട്ടിലേക്ക് കെട്ടിച്ചു വിട്ടേക്കണേ. അങ്ങനെയാ താല്പര്യമുള്ളവര്. അതെന്തായാലും നന്നായി, അങ്ങനെ ഒരു കുടുംബം രക്ഷപ്പെട്ടു. അതെങ്ങനെ? എങ്ങനെയാണെന്ന് എടി നീ പറഞ്ഞ ഈ 2 പെൺപിള്ളേരെ 2 വീട്ടിലേക്ക് കെട്ടിച്ചു വിട്ടിരുന്നെങ്കിൽ ആ 2 കുടുംബവും കുളം തോണ്ടി പോയാലും അറിയാമോ? ഇപ്പൊ ഒറ്റ വീട്ടിലായോണ്ട് വേറെ കുടുംബം രക്ഷപ്പെട്ടു. നിങ്ങൾ വലിയ വർത്താനൊന്നും പറയണ്ട. നിങ്ങളുടെ കുടുംബം മഹിമ എനിക്കറിയാം. നിങ്ങളുടെ ചേട്ടന്റെ മൂത്ത മോള് പെരന്നറിഞ്ഞിട്ട് 2ാമത്തെ മോളെയല്ലേ കെട്ടിച്ചു വിട്ടത്? അത് പിന്നെ അത്യാവശ്യം നടക്കണം. എന്താ അത്യാവശ്യം? എടി, മൂത്ത മോള്, എന്റെ ചേട്ടന്റെ മൂത്ത മോളെന്ന് പറഞ്ഞാൽ അവള് പുരയല്ലേ നിറഞ്ഞിട്ടുള്ളൂ. ഇളയ പെണ്ണിന്റെ വയറ് നിറഞ്ഞിരിക്കുകയാണ്. എന്റെ അനീതി അത്ര കാര്യമൊന്നുമില്ല. എന്തൊക്കെ പറഞ്ഞാലും എന്റെ അനീതിക്ക് നല്ലൊരു ചെറുക്കനെ നിങ്ങൾ എന്നെ കണ്ടുപിടിക്കണം. ഓ, നിന്റെ അനിയത്തിയുടെ കാര്യമൊന്നും പറയണ്ട. അവള് പണ്ട് ആരാണ്ടോ ഒളിച്ചോടി പോയത്. ഓ, അത് അവർക്ക് അറിവും വിവരവും ഇല്ലാത്ത കൊച്ചു പ്രായത്തിൽ പറ്റിയതല്ലേ. ഈ അറിവും വിവരവും ഇല്ലാത്ത ഈ കൊച്ചു പ്രായത്തിൽ ഇങ്ങനെ ആയില്ല. കുറച്ച് അറിവും വിവരം കൂടെ കൊടുത്തിരുന്നെങ്കിലും. നിങ്ങൾ വലിയ വർത്താനൊന്നും പറയണ്ട. എന്റെ അനീതിക്ക് നല്ലൊരു പയ്യനെ കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയോ അതാദ്യം പറ. ഓക്കെ, നിന്റെ അനിയത്തിക്ക് പറ്റിയ സ്വഭാവത്തിന് പറ്റിയ ഒരു ചെറുക്കനുണ്ട്. ഉണ്ടോ? എങ്ങനെയുണ്ട് ചെറുക്കൻ? ചെറുക്കൻ അടിപൊളിയാ. ചെറുക്കൻ അടിപൊളി ചെറുക്കൻ. എടാ, ഇത്രയും കൃത്യനിഷ്ഠമുള്ള ഒരു ചെറുക്കൻ ഞാൻ കണ്ടിട്ടില്ല. എടി, രാവിലെ 5 മണിയാകുമ്പോൾ എഴുന്നേക്കും. അവൻ പ്രാർത്ഥിക്കും, പ്രഭാത കൃത്യം കറക്റ്റായിട്ട് ചെയ്യും, ആഹാരം കറക്റ്റായിട്ട് കഴിക്കും, ഇഷ്ടം പോലെ ജോലി ചെയ്യുന്നത് കറക്റ്റായിട്ട്. അവൻ ഫുഡ് കഴിച്ച് അവൻ മാറിക്കിടന്നുറങ്ങും. മനസ്സിലായി? ഇത് വേറൊരു അനാവശ്യ കൂട്ടുകെട്ടെന്ന് പറഞ്ഞാൽ ചെറുക്കനില്ല. എന്തിനാണ് വേണ്ടപ്പെട്ടവരുടെ അനുവാദമില്ല, അവൻ പുറത്തോട്ട് ഇറങ്ങത്തില്ലല്ലോ. ഇത്രയും തങ്കപ്പെട്ടുള്ള സ്വഭാവമുള്ള ചെറുക്കനെ നമുക്ക് തീരുമാനിക്കാം. മാർച്ചിൽ കല്യാണം നടത്തുകയും ചെയ്യാം. മാർച്ച് നടത്തും. മാർച്ച് നടത്തണം. മാർച്ച് നടക്കത്തില്ല. മാർച്ച് നടത്തണം. എടി, മാർച്ച് നടക്കത്തില്ലെന്ന് എന്താ മാർച്ച് നടക്കാത്തത്? എടി, ഒക്ടോബർ 2 കഴിയാതെ ഈ പരിപാടി നടക്കത്തില്ല. എന്താ ഒക്ടോബർ 2 വരെ കാത്തിരിക്കുന്നത്? എന്തായിരുന്നു എടി, ഈ ഒക്ടോബർ 2 ഈ ചെറുക്കൻ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തോട്ടൊന്ന് ഇറങ്ങുന്നത് അറിയാവോ?